ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വേൾഡ് കപ്പ് എഡിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജർമ്മനി വേഴ്സസ് കുറസാവോ മത്സരത്തെക്കുറിച്ചിട്ടാണ്. എനിക്കറിയാം നെതർലാൻഡ്സ് വേഴ്സസ് ജപ്പാൻ മത്സരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. 2-2 എന്നുള്ള സമനിലയിലാണ് മത്സരം അവസാനിച്ചിട്ടുള്ളത്. ജാപ്പനീസുകാരുടെ സാമുറായികളുടെ കൃത്യമായിട്ടുള്ള ആ ഒരു കംബാക്കിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെയൊക്കെ സംഭവങ്ങൾ നമുക്ക് ആ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 2 തവണയാണ് അവർ മത്സരത്തിൽ പുറകിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കണം, അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഈ കുറസാവോ മത്സരം ചൂസ് ചെയ്തതിനൊരു കാരണമുണ്ട്, അത് ഈ വീഡിയോയോട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ജർമ്മനി കുറസാവോ മത്സരം അവസാനിച്ചത് 7-1 എന്നുള്ള സ്കോർ ലൈനാണ്. അതായത് ഫുട്ബോൾ ലോകത്തെ അല്ലെങ്കിൽ ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്കോർ ലൈനുകളിൽ ഒന്നാണ് 7-1 എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അത് ജർമ്മനി തന്നെയാണ് ഇതിനു മുമ്പും വലിയ തോതിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലൊരു സ്കോർ ലൈൻ നേടിയെടുത്തുകൊണ്ട്. അത് ബ്രസീലിനെതിരെയായിരുന്നു. ബ്രസീൽ ആരാധകർക്ക് ഒരിക്കലും ഓർക്കാൻ താല്പര്യമില്ലാത്ത തരത്തിലുള്ള റിസൾട്ടാണ്. ബ്രസീൽ വെച്ചിട്ട് തന്നെയാണ് ആ സെമി ഫൈനലിൽ അത്തരത്തിലൊരു മർദ്ദനം അവർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. 7-1 എന്നുള്ള സ്കോർ ലൈൻ അവർ പരാജയപ്പെടുന്നു. അതിനുശേഷം വീണ്ടും ഒരു ലോകകപ്പ് മത്സരത്തിൽ ജർമ്മനി 7-1 എന്നുള്ള സ്കോർ ലൈൻ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 7-1 എന്നുള്ള സ്കോർ ലൈനിന് പരാജയപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? കുറസാവോയിലെ ആരാധകരെ സംബന്ധിച്ചോളം ഭയങ്കര വേദനയിലൂടെ ആയിരിക്കും അവർ കടന്നുകൊണ്ടാകുക. കാരണം വെച്ചാൽ ഒരു നാണം കെട്ട പരാജയമല്ലേ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിന്ത ഉണ്ടായിരിക്കും. അങ്ങനെയല്ല, അവരിത് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? അപ്പോൾ ഈ മത്സരത്തിന് ശേഷമൊക്കെ കുറസാവോയുടെ ആരാധകരുമായിട്ടൊക്കെ ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിലേക്ക് എത്തുക എന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയ സംഭവമായിരുന്നു. അപ്പോൾ അതൊരു ഡ്രീമായിരുന്നു. ആ ഡ്രീം അവർ റിയലൈസ് ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ളതൊക്കെ പിന്നെ അതിൻ്റെ വഴിയെ നടക്കുന്ന കാര്യങ്ങളാണ്. ജർമ്മനിക്കെതിരെ പോരാടാനുള്ള ശക്തിയൊന്നും കുറസാവോ എന്ന് പറയുന്ന രാജ്യത്തിനില്ല എന്നുള്ളത് മാച്ച് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമുക്കറിയുന്നൊരു കാര്യം തന്നെയാണ്. ഓർക്കേണ്ടതായിട്ടുള്ള സംഭവം, ഈ കരീബിയൻ നിന്നുള്ള ഈ ചെറിയ ഐലൻഡ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആകെ 1,50,000 പരം ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ എന്ന് ഓർക്കണം. അതായത് ഒരു ചെറിയ ഇന്ത്യൻ ടൗണിൻ്റെ പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു രാജ്യമാണ് ഇപ്പോൾ വേൾഡ് കപ്പ് കളിക്കുന്നത്. 82ാമത്തെ റാങ്കിങ് ആണ് അവർക്ക് ഫിഫയിലുള്ളത്. പക്ഷേ അവർ ക്വാളിഫൈ ചെയ്യുന്നു. ആ ക്വാളിഫൈ ചെയ്ത് തന്നെ വലിയൊരു സംഭവമാണ്. 48 ടീമുകൾ ആക്കിയുള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താണ്? കുറേ വിരസമായിട്ടുള്ള കുറേ മത്സരങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ന്യൂട്രൽസുകളെ സംബന്ധിച്ചോളം ഇത് വിരസമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ആ ക്വാളിഫൈ ചെയ്ത രാജ്യങ്ങളെ സംബന്ധിച്ചോളം, അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രീം കം ട്രൂ സാധനമാണ്. അതിനി എപ്പോൾ അടുത്ത തവണ റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് അറിയില്ല. അപ്പോൾ അവർ ഈ മൊമെൻ്റ് എൻജോയ് ചെയ്യുകയാണ്. 7-1 അവർ പരാജയപ്പെടുന്നു. അതൊരു ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ടാണ്. പക്ഷേ അവരടിച്ച ആ ഒരു ഗോൾ ഉണ്ടല്ലോ, അതിന് പൊന്നും വിലയാണ് അവർ കണക്കാക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ആ ഗോള് ഒരു ഈക്വലൈസർ മട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത് മത്സരത്തിൻ്റെ 21ാമത്തെ മിനിറ്റിൽ. ആ ഗോളടിച്ച നമ്മുടെ ലിവാനോ കമനൻസിയ എന്ന് പറയുന്ന ചങ്ങായി 22 വയസ്സ് മാത്രമേ പറയുള്ളൂ. റൈറ്റ് ബാക്കാണ് ആൾ. FC സൂറിച്ചിന് വേണ്ടിയിട്ട് സ്വിറ്റ്സർലാൻഡിലാണ് കളിക്കുന്നത്. ആൾ നെതർലാൻഡ്സിൽ ജനിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ടീമിൽ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തഹിത് ചോങ് മാത്രമാണ് കുറസാവോയിൽ ജനിച്ചിട്ടുള്ള ആളുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും പുറത്ത് ജനിച്ചവരാണ്. മിക്കവരും നെതർലാൻഡ്സിൽ ജനിച്ചവരാണ്. കാരണം നെതർലാൻഡ്സ് അവരുടെ ആ ഒരു രാജഭരണത്തിൻ്റെ കീഴിലുള്ള ഒരു ടൈനി ഐലൻഡ് നേഷനായിരുന്നു കുറസാവോ എന്നുള്ള കാര്യങ്ങളുണ്ട്. 2011 മാത്രമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൊക്കെ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പങ്കെടുത്ത് തുടങ്ങിയത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഒരു കണക്ഷൻ നെതർലാൻഡ്സുമായിട്ടുള്ളതുകൊണ്ട് പലരും നെതർലാൻഡ്സിൽ ജനിച്ചവരാണ്. അപ്പോൾ എന്തായാലും തഹിത് ചോങ് എനിക്ക് തോന്നുന്നു 9ാം വയസ്സ് വരെ എങ്ങാനും കുറസാവോയിൽ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ഈ കുറസാവോ സൈഡ് അങ്ങനെ ഒരു ഈക്വലൈസർ അടിക്കുന്നു പറഞ്ഞാൽ അതൊരു ചരിത്ര സംഭവമാണ്. ഈ ടൈനി ഐലൻഡ് നേഷൻ സംബന്ധിച്ചോളം അവർ ആദ്യമായിട്ട് ലോകകപ്പ് കളിക്കുന്നു. ആദ്യത്തെ മത്സരത്തിൽ തന്നെ അത് മൈറ്റി ജർമ്മനിക്കെതിരെ അവർക്ക് ഗോളടിക്കാൻ സാധിക്കുന്നു. ഡിക് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന 78കാരനായിട്ടുള്ള മാനേജർ, ഡച്ചുകാരനാണ് ചങ്ങായിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതാണ് ആൾ. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കോച്ചാണ് ആൾ. നെതർലാൻഡ്സിനെ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിച്ചിട്ടുള്ള ആളാണ്. ഒരുപാട് രാജ്യങ്ങൾ നയിച്ചിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ക്ലബ്ബുകൾ മാനേജ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് ആ ചങ്ങായി. ഈ കുറസാവോ ഗോൾ അടിച്ചുള്ള സാഹചര്യത്തിൽ ആളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരികയാണ്. അപ്പോൾ അത്തരത്തിൽ ഇമോഷണൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിൽ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ആ ഇമോഷൻസിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഓർക്കണം. ഏതൊരു സ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇമോഷൻസിന് കാര്യമുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു ന്യൂട്രൽ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ആ ഇമോഷൻസ് മനസ്സിലായെന്ന് വരില്ല, മനസ്സിലാകുന്നവരുണ്ടാവുമായിരിക്കും. പിന്നെ എന്താണ് നമ്മൾ ഡിക് അഡ്വക്കേറ്റിനെ കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ ലോകകപ്പിൽ മാനേജ് ചെയ്യുന്ന ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള മാനേജറായിട്ട് ചങ്ങായി മാറിയിട്ടുണ്ടായിരുന്നു. അത് ഈ വേൾഡ് കപ്പിൽ തന്നെ ഈ റെക്കോർഡ് 3 തവണ തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഹ്യൂഗോ ബ്രൂസ് എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയുടെ മാനേജർ ആ മത്സരം മാനേജ് ചെയ്ത് കൂടിയിട്ട് ആളായിരുന്നു ഏറ്റവും പ്രായം കൂടിയുള്ള മാനേജറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. 74 വയസ്സാണ് പുള്ളിക്കാരുള്ളത്. പിന്നീട് മിരോസ്ലാവ് കോബെക് ചെക്കിന് വേണ്ടിയിട്ട് കൊറിയക്കെതിരെ മത്സരത്തിൽ അഡഗൗട്ടിൽ നിന്നപ്പോൾ ആളായി അത്തരത്തിൽ പ്രായമുള്ള ഒരാൾ. പുള്ളിക്കാരൻ 74 വയസ്സ് തന്നെ, ദിവസങ്ങളുടെ വ്യത്യാസമാണ്. 74-75 അങ്ങനെയാണ്. പക്ഷേ ഇവിടെ
ഡിക്കാർഡ് വെക്കാൻ സംബന്ധിച്ചിടത്തോളം ആൾക്ക് 78 വയസ്സുണ്ട്, 79 ആകാൻ പോവുകയാണ്. കഴിഞ്ഞ മാർച്ച് സമയത്ത് ആളുടെ മകൾക്ക് വയ്യാതായിട്ട് പുള്ളിക്കാരൻ ഈ പരിപാടി നിർത്തി പോകുക എന്നുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്ലേയേഴ്സ് സംബന്ധിച്ചോളം അവർ പറയായിരുന്നു ഞങ്ങൾക്ക് ഡിക്കാർഡ് വെക്കായിട്ട് വേണം അവിടെ മാനേജറായിട്ട്. അങ്ങനെയാണ് പുള്ളിക്കാരൻ വീണ്ടും വേൾഡ് കപ്പിൽ നയിക്കാനായിട്ട് ടീമിനെ വരുന്നത്. അതായത് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നേടി കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഓക്കെ ഇനി മതി, എനിക്ക് എൻ്റെ മകളെ നോക്കാൻ പോകണമെന്ന രീതിയിൽ പറഞ്ഞപ്പോൾ പക്ഷേ പ്ലേയേഴ്സ് ശാഠ്യം പിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ചങ്ങായി ഇപ്പോൾ ആ ഡഗൗട്ടിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള സുന്ദരമായിട്ടുള്ള കഥകളും കാര്യങ്ങളുണ്ട്. പിന്നെ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ബിഗ് റിസൾട്ടാണ് 7-1 എന്നുള്ള ആ ഒരു സ്കോർ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു മാസീവ് സ്കോർ ലൈനാണ്. ഇതിൽ തന്നെ ജർമ്മനി നമ്മളിപ്പോൾ ഈ സെഞ്ച്വറിയിൽ ഈ 21-ാം നൂറ്റാണ്ടിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ആകെ 5 തവണ മാത്രമാണ് 7+ ഗോളുകൾ സംഭവിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ 7+ ഗോളുകൾ ഏതെങ്കിലും ടീം അടിച്ചുള്ളൂ. അതിൽ 3 തവണയും അത്തരത്തിൽ 7+ ഗോളുകൾ അടിച്ചുള്ളത് ആരാണെന്നറിയോ? അത് ജർമ്മനിയാണ്. ബ്രസീലിനെതിരെ 7-1, കൊറസാവക്കെതിരെ 7-1, സൗദി അറേബ്യ 8-0 എന്നുള്ള സ്കോറിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 2014 ശേഷം ആദ്യമായിട്ടാണ് ജർമ്മനി അവരുടെ ഓപ്പണിംഗ് മത്സരം വേൾഡ് കപ്പിൽ ജയിക്കുന്നത് എന്നുള്ളതുകൂടി എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത്തരത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത്ര നല്ലതല്ല എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇത്തവണ ഒരു നൈഗാൽസ്മാൻ എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ അവർക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ? ഈ 7-1 ഈ റിസൾട്ടിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. കുറച്ചാൾക്ക് ഒരുപാട് ഡിഫെൻസീവ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവർ മിനോസാണ് നമുക്കറിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലും ഇവരുടെ ഓവർ അഗ്രസീവായിട്ടുള്ള അറ്റാക്കിംഗ് അപ്രോച്ച് ഉണ്ട് ജർമ്മനിയുടേത്. ഒരു 3-1-6 എന്ന രീതിയിലൊക്കെയായിരുന്നു അവർ പലപ്പോഴും പൊസിഷനിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ പാവ്ലോവിച്ചിൻ്റെ കൂടെ മെച്ചയാണ് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തത്. നാഥനിയൽ ബ്രൗൺ ആണ് ആ ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തത്, ഡേവിഡ് റോം അല്ല. ബ്രൗണിനെ സംബന്ധിച്ചോളം ആൾ ഇൻവേർട്ട് ചെയ്തിട്ട് മിഡ്ഫീൽഡിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആളൊരു 8 പോലെ ആ ലെഫ്റ്റ് ഹാഫ് സ്പേസിലേക്ക് നീങ്ങി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വേർഡ്സ് ആണ് ലെഫ്റ്റ് സൈഡിലായിരുന്നു, വേർഡ്സ് ലെഫ്റ്റ് വിങ്ങിലേക്ക് പോകും. ഇത് പ്രധാനമായിട്ടും ആ ഫ്രണ്ട് ഏരിയയിലുള്ള പ്ലേയേഴ്സിൻ്റെ റൊട്ടേഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അത് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. കായ് ഹാവേർട്സ്, മുസിയാല, ലെറോയ് സാനെ, ഫ്ലോറിയൻ വേർഡ്സ് ഇവർ തമ്മിലുള്ള റൊട്ടേഷൻ ഒരുപാട് കാണുന്നു. അതോടൊപ്പം തന്നെ മെച്ച അറ്റാക്കിലേക്ക് ജോയിൻ ചെയ്യുന്നു. ആളുടെ ബോക്സിലേക്കുള്ള ക്രാഷിങ് നമ്മൾ കാണുന്നു. നഥാനിയൽ ബ്രൗൺ ആ ലെഫ്റ്റ് ബാക്ക് റോളിൽ നിന്ന് അത്തരത്തിലുള്ള ക്രാഷിങ് നമ്മൾ കാണുന്നു. പാബ്ലോവിച്ച് മാത്രം ആ ഡിഫൻസിന് ഷീൽഡായിട്ട് ഇങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ 3-1-6 എന്ന രീതിയിലുള്ള ഫോർമേഷനിലേക്കാണ് കാര്യങ്ങൾ കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്, ഒരുപാട് പ്ലേയേഴ്സ് ആ അറ്റാക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരിക്കും. അവിടുന്ന് പൊസിഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൗണ്ടർ പ്രസിലൂടെ പെട്ടെന്ന് പൊസിഷൻ വിൻബാക്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട്. ഇവിടെയുള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ആ പൊസിഷൻ വിൻബാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഇവരുടെ റെസ്റ്റ് ഡിഫൻസ്, അത് 3-1 എന്നുള്ള റെസ്റ്റ് ഡിഫൻസിന് വളരെ ഈസിലി ക്വാളിറ്റി ടീമുകൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. കുറസാവോ അത്തരത്തിലുള്ള ചില കൗണ്ടറുകളിൽ ജർമ്മനിയെ കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ആ ഒരു ക്വാളിറ്റി വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ഈ ജർമ്മൻ ഡിഫൻസിനെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫിലിപ്പ് ലാമൊക്കെ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളക്റ്റീവായിട്ട് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നില്ല ജർമ്മനി എന്നുള്ള. അപ്പോൾ ഔട്ട് സ്കോർ ചെയ്യുക എന്നുള്ളൊരു ചിന്തയായിട്ടാണ് നൈഗൽസ്മാൻ ഇപ്പോൾ ഈ വേൾഡ് കപ്പിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. കുറസാവക്കെതിരെ ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ബിഗർ ടെസ്റ്റുകൾ വരുമ്പോൾ, ടഫർ ടെസ്റ്റുകൾ വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് കാണാൻ വലിയ ആകാംക്ഷയുണ്ട്. അതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിവിധിയോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഒരു സൊല്യൂഷനോ നൈഗൽസ്മാൻ കണ്ടെത്തുമോ എന്നുള്ളതാണ്. അഥവാ ഈ ഒരു ഓവർ അഗ്രസീവ് അപ്രോച്ച് തന്നെ ഔട്ട് സ്കോർ ചെയ്യുക എന്നൊരു ചിന്തമായിട്ടാണ് പോവുക. അവരുടെ ആ ഒരു സെൻട്രൽ ഏരിയയിലുള്ള ആ ഒരു ഫ്ലൂയിഡ് റൊട്ടേഷൻ ഉണ്ടല്ലോ ഫൈനൽ ടൂറിൽ, അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചില 1 ടച്ച് പാസ്. ഇപ്പോൾ ഫസ്റ്റ് ഗോൾ തന്നെ വരുന്നത് വേർഡ്സും മെച്ചയും തമ്മിലുള്ള ആ ഒരു 1-2 നിന്നാണ്. മെച്ചയുടെ ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് നമ്മൾ കാണുന്നു. മെച്ച സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഗോളാണ്, ആളുടെ ആദ്യത്തെ വേൾഡ് കപ്പാണ്, ആളുടെ ആദ്യത്തെ വേൾഡ് കപ്പ് മത്സരമാണ്. അപ്പോൾ ആ രീതിയിൽ ചങ്ങായി ഗോൾ അടിക്കുന്നു. ഡോട്ട്മണ്ടിൻ്റെ താരമാണ്. പിന്നെ ലെറോയ് സാനെ മാത്രമാണ് കുറച്ച് ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് നല്ല ചാൻസ് കിട്ടിയിട്ടൊന്നും ഗോൾ അടിക്കാൻ സാധിച്ചില്ല. ക്ലിനിക്കൽ അല്ലാത്തൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു മത്സരത്തിലും കാണാൻ സാധിച്ചു. നഥാനിയൽ ബ്രൗൺ ആയിരുന്നു എനിക്ക് തോന്നുന്നത് സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ ആയിട്ടുണ്ടായിരുന്നത്. കായ് ഹാവേർട്സ് പെനാൽറ്റിയാണ് ഫസ്റ്റ് ഹാഫിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ഹാഫ് കഴിയുമ്പോൾ 3-1 എന്നുള്ള സ്കോർ ലൈനായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എടുത്ത് പറയേണ്ട മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഈ ഹൈഡ്രേഷൻ ബ്രേക്ക് ഒരു ടാക്റ്റിക്കൽ സംഭവമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞാണ്, ബാസ്കറ്റ് ബോൾ പോലെ 4 ക്വാർട്ടറുകളായിട്ട് കളിക്കുന്ന പോലെ ആയിട്ടുണ്ട് ഫുട്ബോൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ. കാരണം അത്തരത്തിൽ ബ്രേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ടാക്റ്റിക്കൽ സാധനങ്ങളും കാര്യങ്ങളൊക്കെ പ്ലേയേഴ്സിന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അത്തരത്തിൽ മാനേജർമാർക്ക് വലിയൊരു അപ്പർ ഹാൻഡ് ആ ഒരു സാഹചര്യത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ബിഗർ ടീമുകൾക്കൊക്കെ അത് കാര്യമായിട്ട് ഗുണം ചെയ്യും. കുറസാവോ മൊമെൻറ്റത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ്. അതായത് ഫസ്റ്റ് 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കുറസാവോടെ ഏരിയയിൽ തന്നെയായിരുന്നു ജർമ്മനി കളിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് കുറേ ഗോൾ അടിക്കാമായിരുന്നു. ആ ഒരു അവസരത്തിൽ തന്നെ അവിടെ നല്ല നീറ്റായിട്ടുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ കാണുന്നു. ബ്യൂട്ടിഫുൾ മൂവ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറസാവോ ആ ഈക്വലൈസർ അടിച്ചതിന് ശേഷം അതിൽ ഡിഫ്ലക്ഷൻ ഉണ്ട് ആളുടെ ഷോട്ടിൽ. ആ റൈറ്റ് ചാനലിലൂടെയാണ് അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നു, പക്ഷേ രണ്ടാമത്തെ ഷോട്ട് കിമിച്ചിൽ തട്ടിയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് മാനുവൽ നോയറുടെ വലയിലേക്ക് പോകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെയാണ് ഹൈഡ്രേഷൻ ബ്രേക്ക് സംഭവിക്കുന്നത്. പിന്നെ അവിടുന്ന് അധികം സമയം കഴിയാണ്ട് എനിക്കൊന്ന് 38-ാം മിനിറ്റിലെങ്ങാനുമാണ്
അവിടെ നിന്ന് ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 32 മിനിറ്റിൽ സെറ്റ് പീസിൽ നിന്നാണ് ജർമ്മനിക്ക് ഗോൾ കണ്ടെത്താൻ സാധിച്ചത്. പക്ഷേ ആ ഹൈഡ്രേഷൻ ബ്രേക്ക് കൂടുതൽ ജർമ്മനിക്കാണ് ഗുണം ചെയ്തത് കുറസാവക്കാൾ എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തലുള്ളത്. അപ്പോൾ ഇത്തവണ ഈ വേൾഡ് കപ്പിൽ ഈ ഹൈഡ്രേഷൻ ബ്രേക്കുകൾക്ക് കാര്യമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്, ടാക്റ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടാകും തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതിൽ തന്നെ നഥാനിയൽ ബ്രൗണിൻ്റെ സെറ്റ് പീസ് ഡെലിവറീസ് ഫാന്റാസ്റ്റിക്. ഷ്ലോട്ടർബർഗിൻ്റെ ഓൾറെഡി ആളൊരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വാർണിംഗ് സൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറസാവക്ക് സെറ്റ് പീസിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല മര്യാദക്ക്. ഷ്ലോട്ടർബർഗിൻ്റെ ആദ്യത്തെ ഗോൾ ആളടിക്കുന്നു, അത് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഗോളാണ് ചങ്ങ അടിക്കുന്നത്. ബ്യൂട്ടിഫുൾ ഹെഡറാണ് നഥാനിയൽ ബ്രൗണിൻ്റെ ഫാന്റാസ്റ്റിക് കോർണർ. പിന്നെ മെച്ച തന്നെയല്ലേ പെനാൽറ്റി വിൻ ചെയ്യുന്നത്. കായ് ഹാവേർട്സ് ആണ് പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് കൂളായിട്ട്, കായ്ക്ക് പ്രഷറോ കാര്യങ്ങളൊന്നുമില്ല, നമുക്കറിയുന്നൊരു സംഭവമാണ്. അത് മനോഹരമായിട്ട് ചങ്ങായി കൺവേർട്ട് ചെയ്യുന്നു. 3-1 ആകുന്നു. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ 16 ഷോട്ടുകൾ ജർമ്മനി അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വേൾഡ് കപ്പ് മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഇതിന് മുമ്പ് 16 ഷോട്ടുകൾ പിറക്കുന്നത് ഐവറി കോസ്റ്റിൻ്റെ സെർബിയക്കെതിരെയുള്ള മത്സരത്തിൽ 2006 അപ്പം അതിനുശേഷം ഇത്രയധികം ഷോട്ടുകൾ പിന്നെ പിറന്നിട്ടില്ല എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അവർ മൊത്തം മത്സരത്തിൽ 26 ഷോട്ടുകൾ അടിച്ചിട്ടുണ്ട്. അതിൽ 3.91 ആയിരുന്നു അവരുടെ എക്സ്പെക്റ്റഡ് ഗോൾസ്. അതിൽ 12 അവർ ടാർഗറ്റ് അടിക്കുന്നു, 7 അവർ ഗോളാക്കി മാറ്റുന്നു. കുറസാവ് സംബന്ധിച്ചിടത്തോളം 0.4 XG മാത്രമാണ് അവർക്ക് 8 അറ്റംപ്റ്റുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ഈ മത്സരത്തിൽ. പിന്നെ എന്താണ്, ഒരു ഡെബ്യൂ ടീമിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് കൊറിയ ഹംഗറിക്കെതിരെ 9-0 എന്നുള്ള സ്കോർ ലൈൻ 1954 പരാജയപ്പെട്ടതിന് ശേഷമുള്ള ഒരു ഹെവി ഡിഫീറ്റ് നേരിടുന്ന ഒരു ഡെബ്യൂ ടീമാണ് ഇപ്പോൾ കുറസാവോ എന്നുള്ളത് ഓർക്കണം. പിന്നെ ജർമ്മനിയെ സംബന്ധിച്ചോളം ചില റെക്കോർഡുകളുണ്ട്. എന്താ സംഭവം, ജർമ്മനി ഫിഫ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ള രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ബ്രസീലിനെ അവർ മറികടന്നിരിക്കുകയാണ്. ബ്രസീൽ 238 ഗോളുകൾ അടിച്ചിട്ടുള്ളത്, നമ്മുടെ ജർമ്മനി 239 ഗോളുകളായി. ബ്രസീലിനത് തിരിച്ചു പിടിക്കാവുന്നേ ഉള്ളൂ ഈ വേൾഡ് കപ്പിൽ. അപ്പോൾ എന്തായാലും അത്തരത്തിലൊരു ബാറ്റിൽ കൂടി അവിടെ നടക്കുന്നുണ്ട്, 2 പവർ ഹൗസുകൾ തമ്മിൽ എന്നുള്ളത് ഓർക്കണം. പിന്നെ അതോടൊപ്പം തന്നെ ഈ ജർമ്മനിയുടെയൊക്കെ പെഡിഗ്രി, അതേപോലെ തന്നെ എത്രത്തോളം വലിയ പവർ ഹൗസ് ആണെന്നുള്ളത് നമുക്ക് അറിയുന്നത് തന്നെയാണ്. പക്ഷേ ചില സ്റ്റാറ്റ്സുകളൊക്കെ ശരിക്കും അത് എത്ര വലുതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള സംഭവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവമാണ് ഇപ്പോൾ ഈ ഗോളുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു സ്റ്റാറ്റ് എന്താണെന്ന് വെച്ചാൽ, അവർ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ അറ്റ്ലീസ്റ്റ് 3 ഗോളുകൾക്ക് ജയിച്ചിട്ടുള്ളത് 8 തവണയാണ്. അതിൽ ലിസ്റ്റിൽ സെക്കൻഡ് ഇരിക്കുന്ന ഫ്രാൻസ് 5 തവണയാണ് അത്തരത്തിൽ ജയിച്ചിട്ടുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അതാണ് ആ മാസീവ് ഡിഫറൻസ് ഉണ്ട്. ഒപ്പം ഇവർ വേൾഡ് കപ്പിൽ 7+ ഗോളുകൾ അടിച്ചിട്ടുള്ള ഒക്കേഷൻസ് 4 തവണ സംഭവിച്ചിട്ടുണ്ട്. മറ്റാരെക്കാളും കൂടുതൽ തവണ ജർമ്മനിയുടെ പേരിലാണത്. അപ്പോൾ ഹംഗറിയുടെ 3 തവണയാണ് ഹംഗറി അത്തരത്തിലുള്ള പരിപാടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹംഗറിയുടെ റെക്കോർഡ് ഇവർ മറികടന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് സംഭവം. അവർ 2014 ശേഷം ഗ്രൂപ്പ് പോലും കടന്നിട്ടില്ല വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ. അതൊരു ഡിസാസ്റ്ററാണ് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരുപാട് ചരിത്രം അവർക്ക് പറയാനുണ്ട് എന്നുള്ളതാണ്. പിന്നെന്താണ്, നമ്മൾ സെക്കൻഡ് ഹാഫിലെ കഥ നോക്കി കഴിഞ്ഞെങ്കിൽ, സെക്കൻഡ് ഹാഫിൽ തുടങ്ങിയ ഉടനെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗോളാണ്. അതായത് മുസിയാലയുടെ ഗോൾ. മുസിയാല ഫോമിലേക്ക് തിരിച്ചു വരേണ്ടത്, മുസിയാല കോൺഫിഡൻസ് വീണ്ടെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നാഗൽസ്മാനെ സംബന്ധിച്ചിടത്തോളം, ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം. മുസിയാലയുടെ ആ ഗോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നീറ്റ് ഫിനിഷാണ് നമുക്ക് ആ ഒരു ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് കാണാൻ സാധിച്ചത്. ഇത്തിരി ടൈറ്റ് ആയിട്ടുള്ള ആംഗിളിൽ നിന്ന് ഫാന്റാസ്റ്റിക് ഫിനിഷ് നമ്മൾ മുസിയാലയുടെ ഭാഗത്ത് നിന്ന് കാണുന്നു. പിന്നെ ഇതിനിടയിൽ പലരും കരുതിയത് ബക്കുവിന ഒരു ഗോൾ മടക്കി എന്നുള്ള രീതിയിലായിരുന്നു. ബക്കുവിന ആസ്റ്റൺ വില്ലയുടെ പ്ലെയറാണ്, പക്ഷെ അത് ഓഫ് സൈഡ് ആയിരുന്നു എന്നുള്ളത് ഓർക്കണം. അവിടെ അധികം വൈകാതെയാണ് ബ്രൗൺ ഗോൾ അടിക്കുന്നതിൻ്റെ ഡെബ്യൂ ഗോള്. അപ്പോൾ അതിൽ ഡെന്നിസ് ഉണ്ടാവും, സബ്ബായിട്ട് വന്നിട്ടുള്ള ഡെന്നിസ് ഉണ്ടാവും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൾ ഗോളും അസിസ്റ്റും ഒക്കെ ഈ മത്സരത്തിൽ പ്രൊവൈഡ് നമ്മൾ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെന്നിസ് ഉണ്ടാവിൻ്റെ പെർഫോമൻസും ശരിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവം തന്നെയാണ്. ജർമ്മനിയെ സംബന്ധിച്ചോളം നാഗൽസ്മാൻ കാര്യമായിട്ട് ആളെ അത്ര പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല മുമ്പ് എന്നുള്ളതാണ്. ആൾ നന്നായിട്ട് ക്രിട്ടിസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ നല്ല ഗോൾ സ്കോറിങ് ഫോമിലാണുള്ളത്. അപ്പോൾ അതിപ്പോൾ വേൾഡ് കപ്പിൽ വരുമ്പോഴും ആളത് കാഴ്ചവെക്കുന്നതാണ്. ഇപ്പോൾ കുറസാവക്കെതിരെ നമ്മൾ കണ്ടുള്ളത് ആളുടെ ബ്യൂട്ടിഫുൾ ഫ്ലിക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ ഒരു അവസരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു അസിസ്റ്റിൽ ഉണ്ടാവും തന്നെ ഗോൾ അടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. അവിടെ തീരുന്നില്ല, 6-1 നിൽക്കുന്നില്ല. പിന്നെന്താണ് സംഭവിക്കുന്നത്, കായ് ഹാവേർട്സ് തന്നെ മത്സരത്തിലെ 2ാമത്തെ ഗോൾ അടിക്കുകയാണ്. കെമിച്ചിൻ്റെ ത്രൂ ബോളും ഫാന്റാസ്റ്റിക് ഒരു ഡിങ്കും സംഭവമൊക്കെ നമുക്ക് കായ് ഹാവേർട്സിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. അങ്ങനെ ആ ഫേമസ് 7-1 എന്നുള്ള സ്കോറിലാണ് മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ജർമ്മനിക്കുള്ള പോസിറ്റീവ്സ് എന്താണ്, നല്ല കോൺഫിഡൻസ് കൂടി തുടങ്ങാൻ സാധിച്ചിരിക്കുകയാണ്. അവരുടെ ഫ്രണ്ട് പ്ലേയേഴ്സിൻ്റെ റൊട്ടേഷൻ ആബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആയിരുന്നു ഈ മത്സരത്തിൽ. ബ്യൂട്ടിഫുള്ളായിട്ട് ജമാൽ മുസിയാലയുടെ ഗോള്
വളരെ ഇമ്പോർട്ടൻറ്റ് മൊമെൻ്റാണ്. ആൾ കോൺഫിഡൻസ് വീണ്ടെടുക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ കായ് ഹാവർട്സിൻ്റെ ഒക്കെ ലിങ്ക് പ്ലേ ബ്യൂട്ടിഫുള്ളാണ്. മെച്ച നല്ല രീതിയിൽ മിഡ്ഫീൽഡിൽ നിന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ അഗെയിൻ ഈ പ്രശ്നം തന്നെയാണ് പ്രധാനമായിട്ടുള്ള സംഭവം. ട്രാൻസിഷനിൽ ഡിഫെൻഡിങ് ആണ്. ജോണതൻ ടൈം ഷോട്ടബെക്കാണ് ഉണ്ടായിരുന്നത്. മാനുവൽ നോയർ കീപ്പറായിട്ട്. മാനുവൽ നോയർ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇത് ആളുടെ 5ാമത്തെ വേൾഡ് കപ്പാണ്. ഒലിവർ ബൗമാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്, ആളായിരിക്കും വേൾഡ് കപ്പിൽ സ്റ്റാർട്ടർ ആവുക എന്നുള്ളതാണ്. അല്ല, മാനുവൽ നോയർ റിട്ടയർമെൻറ്റിന് തിരിച്ചു വരുന്നു. അങ്ങനെ മാനുവൽ നോയർ ഇപ്പോൾ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ആകെ 7 പേര് മാത്രമാണ് 5 വേൾഡ് കപ്പുകളിൽ മത്സരിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണമെന്നാണ്. അപ്പോൾ അതിൽ ഇനിയിപ്പോൾ 2 പേര് കൂടി ആഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് നഗറ്റോമോ ജാപ്പനീസുകാരൻ, അതേപോലെ തന്നെ ലുക്കീറ്റ, പിന്നെ ലൂക്ക മോഡ്രിച്ച് ക്രൊയേഷ്യയുടെ. ഇപ്പോൾ നിലവിലത്തെ 7 പേര് ആരൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ സാക്ഷാൽ ലിയോണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, പിന്നെ മെക്സിക്കൻ പ്ലേയേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഗോർദാദോ ആണെങ്കിലും, അതേപോലെ തന്നെ റഫേൽ മാർക്കസ് ആണെങ്കിലും, ആൻറ്റോണിയോ കാർവഹാൽ ആണെങ്കിലും, അവരൊക്കെ അത്തരത്തിൽ ഈ പരിപാടി ചെയ്തവരാണ്. പിന്നെ ലൊത്താർ മത്തയോസ്, ജർമ്മൻകാരൻ. അപ്പോൾ ലൊത്താർ മത്തയോസിൻ്റെ ആ ഒരു പേരിൻ്റെ അടുത്തേക്കാണ് മാനുവൽ നോയറിൻ്റെ പേര് നമ്മൾ എഴുതി ചേർക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അത് ഫാൻറ്റാസ്റ്റിക് സംഭവം തന്നെയാണ്. 40കാരനാണ്. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ടഫർ ടെസ്റ്റുകൾ വരും. കുരസാവെ സംബന്ധിച്ചിടത്തോളം അവരോട് വന്നിരിക്കുന്നത് ഈ മൊമെൻ്റ് എൻജോയ് ചെയ്യാനാണ്. അപ്പോൾ ഇനി അവർക്ക് ഒരു എന്താ പറയുക, എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോയിൻ്റോ അല്ലെങ്കിൽ ഒരു വിജയമോ കരസ്ഥമാക്കി കഴിഞ്ഞാൽ അതൊരു റിമാർക്കബിൾ സംഭവമായിട്ട് മാറും. ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച വരേണ്ടതുള്ളത് മറ്റൊന്നുമല്ല, നമ്മളെയൊക്കെ കുറിച്ച് തന്നെയാണ്. വെറും 1,50,000 ചില്ലാനം ആളുകൾ മാത്രം വസിക്കുന്ന ആ രാജ്യത്തിന് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ചിലരൊക്കെ ചിന്തിക്കും, ഇങ്ങനെ എന്തിനാണ് അവിടെ പോയിട്ട് നാണം കെടാനില്ലേ എന്നുള്ളതൊക്കെ. ആദ്യം യോഗ്യത നേടേണ്ടടോ, അത് തന്നെ വലിയൊരു സംഭവമാണ്. അപ്പോൾ ഇത്തരത്തിൽ വെറും 1,50,000 ആളുകൾ മാത്രമുള്ളൊരു രാജ്യത്തിന് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുന്നു. നമ്മളൊരു ഫുട്ബോളിങ് നേഷനല്ല, നമുക്ക് എന്താണ് ടെക്നിക്കൽ ഡെഫിഷ്യൻസി ഉണ്ട്, നമുക്ക് സ്റ്റാമിന ഇല്ല, മറ്റതല്ല മറിച്ചതല്ല എന്നുള്ള രീതിയിലുള്ള വർത്താനൊക്കെയാണ് പല ആളുകളും പറയുന്നത്. പക്ഷേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംബാരസ്മെൻ്റാണ്. അപ്പോൾ അതിലേക്കുള്ളൊരു യാത്ര അതുകൊണ്ട് ഇപ്പോൾ ജപ്പാനൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആഞ്ച് പോസ്റ്റ്കോഗ്ലൊക്കെ പറയുന്നുണ്ട്, ജപ്പാൻ്റെയൊക്കെ ഒരു പ്ലാൻ 100 കൊല്ലത്തെ ഫുട്ബോൾ പ്ലാനൊക്കെയാണ് അത്ര അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഒരു നാൾ വേൾഡ് കപ്പ് അടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. നമുക്ക് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ 48 ടീമുകളായി. ഇത് വലിയ എക്സ്ക്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല സത്യം പറഞ്ഞെങ്കിൽ. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് മാത്രം, പറയാനായിട്ട് എക്സ്ക്യൂസുകളായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം. നമ്മൾ അതല്ല ഇതല്ല നമുക്കിതില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ കൃത്യമായിട്ടും വലിയ പരാജയമാണ് ഇത്തരത്തിൽ നമ്മൾ നേരിടുന്നത് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. ആരോട് പറയാനല്ലേ. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ.